ഹലോ ഗെയ്സ്, ഇന്ന് ഞാനുള്ളതൊരു മാവിൻ തോട്ടത്തിലാണ്. മാവിൻ തോട്ടം എന്ന് വെച്ചാൽ കർണാടകയിലാണിത്. നല്ല മനോഹരമായൊരു മാവിൻ തോട്ടമാണ്. നിറച്ച് പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മാവിൻ തോട്ടം. അധികം ഹൈറ്റും ഇല്ല, നല്ല പടർന്ന് പോയിരിക്കുന്നത്. ഇത് ഏതാണ് ഇനമെന്ന് എനിക്കറിയത്തില്ല, കാരണം കായ്ച്ചിട്ടില്ലല്ലോ. കായ്ച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ കണ്ടാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുമായിരുന്നു. ഇത് കായ്ക്കാത്തത് കൊണ്ട് ഏതാ ഇനമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നല്ല ഇനത്തിൽപ്പെട്ടതായിരിക്കും, കാരണം ഇത് വ്യവസായാടിസ്ഥാനത്തിൽ ഒരു 4-5 ഏക്കർ തോട്ടമാണ്. അപ്പോൾ നല്ല മാവ് തന്നെ ആയിരിക്കണം. കണ്ടോ, വരുന്നുണ്ട്, കായായി വരുന്നുണ്ട്. ഇത് നല്ല ലൈനായിട്ട് ഒരു 10-20 അടി ക്യാപ്പിലാണിത് കൃഷി ചെയ്തിരിക്കുന്നത്. 20 അടീന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. നിറച്ച് പൂത്തിട്ടുണ്ട്. പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഏതാണ് ഇനം എന്നറിയില്ല. മൽഗോവയാണോ അൽഫോൻസയാണോ ഏതാ എന്നറിയില്ല. എന്തായാലും നല്ല ഇനമായിരിക്കണം. നമുക്കത് മാമ്പഴമാകുമ്പോൾ വന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അന്നേരം അങ്ങനെ കയറ്റൂല, ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇവിടെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ തോട്ടത്തിൽ അങ്ങനെ കയറ്റത്തില്ല. ഇപ്പം പൂവായതുകൊണ്ട് നോക്കുന്നവരൊന്നും ഇല്ല. ഇതെന്ന് വെച്ചാൽ ഡ്രൈ ഭൂമിയാണ്, അതായത് വെള്ള സൗകര്യം ഇല്ല. മാവിനങ്ങനെ നനവ് വേണ്ടല്ലോ, അത് കാരണം മറ്റേ ജെറ്റും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അവർ. നല്ല നിരന്ന പ്രദേശമാണ്, നല്ല ഭംഗിയുണ്ട്, ഏക്കർ കണക്കിനുണ്ട്. പൂത്തിരിക്കുന്നത് നല്ല കൊലകുത്തി പൂത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഇതൊരു ചെറിയ മാവടക്കം പൂത്തിട്ടുണ്ട്. ഇത് ബഡാണോ എന്നറിയത്തില്ല. ഏതായാലും പൂവ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങളിങ്ങനത്തെ ഒരു തോട്ടം കണ്ടിട്ടുണ്ടാവുമോ? ഉണ്ടെങ്കിലൊന്ന് അഭിപ്രായം പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയൊരു മാവിൻ തോട്ടം കാണുന്നത്. അതും ഇതേപോലെ പൂത്തിട്ട്. ഇത് മരുന്നടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി പൂ നന്നായി കഴിയുമ്പോൾ മരുന്നടിയുണ്ട്. അതുപോലെ മാങ്ങ ആയി കഴിയുമ്പോൾ മരുന്നടിക്കും. മരുന്നടിക്കാത്ത ഒരു സ്ഥാനം വിളയിച്ചെടുക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.